നിത്യജീവൻ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ അത് ആദ്യം ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലും അത് വ്യാപിക്കും. ഒന്നുകിൽ ഹാനോക്കിനെ പോലെ ഏലിയാവിനെ പോലെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിൽ അത് വ്യാപിക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അതല്ല എങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ കാഹളം ധ്വനിക്കുമ്പോൾ ആ കാഹളധ്വനിയെങ്കിൽ ആ ഒരു നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് ശരീരത്തിലേക്ക് അത് പ്രാപിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട്. നിത്യജീവനുള്ളൊരു മനുഷ്യൻ അവൻ ആരെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ, ഹാനോക്ക് എടുക്കപ്പെട്ടതിന് ശേഷം എങ്ങനെയാണോ, ഏലിയാവ് എടുക്കപ്പെട്ടതിന് ശേഷം എങ്ങനെയാണോ, മറുരൂപ മലയിൽ യേശുവിൻ്റെ അടുക്കൽ മോശയും ഏലിയാവും ഇറങ്ങി വന്നപ്പോൾ അവർ എങ്ങനെയാണോ ഇരുന്നത് അതുപോലിരിക്കും. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു കർത്താവ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലിരിക്കും. അങ്ങനെ ഒരു നിത്യജീവൻ്റെ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നിത്യജീവൻ നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ, ഹാനോക്കിൻ്റെ അനുഭവത്തിൽ നമ്മൾ എടുക്കപ്പെട്ട അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ, ഏലിയാവിൻ്റെ എടുക്കപ്പെട്ട അനുഭവത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ, ബുള്ളറ്റിനും മിസൈലിനും ബോംബിനും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരീരത്തെ മാത്രം നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിലുള്ളത്. ആത്മാവിനെ ബോംബിനും മിസൈലിനും ഒന്നും നശിപ്പിക്കുവാൻ കഴിയില്ല. സാത്താനും നശിപ്പിക്കുവാൻ കഴിയില്ല. ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ മക്കൾ ക്രിസ്തുവിൽ സുരക്ഷിതരാണ്.